SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്നു മുതൽ തുടക്കമാവുകയാണ്. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 9:15 വിദ്യാർത്ഥികളെ എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 360 വിദ്യാർത്ഥികളാണ് ഇന്ന് SSLC പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ അഡീഷണൽ HM രേഖയുടെ നേതൃത്വത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനവട്ട പാഠഭാഗങ്ങളൊക്കെ അവസാന വട്ടത്തിലൊന്ന് ഓട്ടിച്ച് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടികളുള്ളത്. ഒന്നും മറന്നുപോയില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാർത്ഥികൾ ഇന്നത്തെ ഒന്നാം ഭാഷയിലെ പാഠഭാഗങ്ങൾ അവസാന വട്ടത്തിൽ ഒന്ന് പരിശോധിക്കുന്നതും വിട്ടുപോയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഭാഗങ്ങൾ പരിശോധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഡീഷണൽ HMന്റെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യ SSLC പരീക്ഷ ഇന്ന് തുടങ്ങുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 360 കുട്ടികളാണ് ഇവിടുന്ന് പരീക്ഷ എഴുതുന്നത്. എഴുതുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മാനസിക സംഘർഷം, അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്ക് എന്തായാലും കുട്ടികളുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. എന്തായാലും ടെൻഷൻ ഉണ്ടാവും. കൂളാണ്. എല്ലാ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അവസാന വട്ടം നോക്കുകയാണ്. കൂട്ടുകാർ പരസ്പരം ആ അവസാന പാഠഭാഗങ്ങൾ നോക്കുകയാണ്. എല്ലാം ഓൾ സെറ്റാണ്. എങ്ങനെ എളുപ്പമായിരിക്കും? എന്താ പ്രതീക്ഷ? എളുപ്പമായിരിക്കും. ടെൻഷൻ ഉണ്ടോ? കുഴപ്പമില്ല. ഇന്നു മുതൽ പരീക്ഷ തുടങ്ങുകയാണ്. ചിലരുടെ മുഖത്തൊക്കെ പുഞ്ചിരിയാണ്. എല്ലാം നോക്കിക്കഴിഞ്ഞു. അവസാന വട്ടം നോക്കുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രതീക്ഷ? ഇപ്പൊ എക്സാം ഇന്ന് തുടങ്ങുക. ടെൻഷൻ ഉണ്ട്. മാർക്ക് വാങ്ങാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. വാങ്ങും. രാവിലെ അമ്പലത്തിലൊക്കെ പോയി. പേനയൊക്കെ പൂജിച്ചോ? പൂജിച്ച്. എക്സ്ട്രാ പേനയൊക്കെ കൈ കരുതുന്ന കാര്യം ടീച്ചർ പറയും. 5 പേന എടുത്തു. 5 പേന എല്ലാം ഒരേ കളറാണോ? എങ്ങനെ പരീക്ഷ എങ്ങനെ തുടങ്ങും? എന്താ തോന്നുന്നേ? കൊള്ളാം, പൊളി. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണോ? മലയാളം പൊളിയല്ലേ. ഇടയ്ക്ക് ഇടവേളകളുണ്ടല്ലോ പ്രിപ്പയർ ചെയ്യാൻ. ഉണ്ട്. അപ്പൊ എല്ലാം തയ്യാറെടുപ്പിലാണ് അവസാനം. ഈ നിമിഷങ്ങളല്ലേ? ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. മിനിസ്റ്റർ അടക്കം പറഞ്ഞിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി അടക്കം രാവിലെ പറഞ്ഞിരുന്നു ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം. മോഡൽ എക്സാം പോലെ ആയിരിക്കുമോ? എങ്ങനെ പ്രതീക്ഷ? ക്വസ്റ്റ്യൻ എളുപ്പമുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല മാർക്കുണ്ട്. ഇപ്പൊ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? എളുപ്പമായിരിക്കും. നന്നായിട്ട് എളുപ്പമായിരിക്കും. എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ പറയുന്നത് ചെറിയ ടെൻഷനേ ഉള്ളൂ. മോഡൽ എക്സാം എളുപ്പമായിരുന്നു, അതിനാൽ തന്നെ ഈ ഒരു പരീക്ഷയും എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പേനയൊക്കെ പൂജിച്ചവരുണ്ട്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് എത്തിയവരാണ് മിക്ക കുട്ടികളും. 2 പേനയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. HM അതുപോലെ തന്നെ മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റിക്കാതെ ഈ കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ട്. തെറ്റിക്കാതെ പരീക്ഷ എഴുതണമെന്നുള്ള നിർദ്ദേശമാണ് ടീച്ചർ അടക്കം നൽകുന്നത്. അപ്പോൾ ഇനി SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികളെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്? അല്ലേ, കുട്ടികളും അധ്യാപകരും ഒരുപോലെ നല്ല കോൺഫിഡൻസിലാണ്. കാരണം ഞങ്ങൾ അതിനനുസരിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഹാഫ് ഇയർലി പരീക്ഷ കഴിഞ്ഞപ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക്ഷീറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം കോട്ടൺ സ്കൂളിന് വേണ്ടി തയ്യാറാക്കിയ മൊഡ്യൂളുകളുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത്. നമ്മൾ രാത്രി 7:30 വരെ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്ക്ഷീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ വിദ്യാജ്യോതി അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നടത്തിയിരുന്നു. നമ്മുടെ ആ ക്ലാസ്സിൻ്റെ പേര് കരുതൽ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം കരുതൽ, അത് ഞങ്ങൾ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള പേര് തന്നെയാണ് ഇട്ടത്. ആ പേര് പോലെ തന്നെ ഞങ്ങൾ അത്ര കരുതലോട് കൂടിയിട്ടാണ് കുട്ടികളെയും സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ കരുതലോടുകൂടി മാനസിക സംഘർഷങ്ങളൊന്നുമില്ലാതെ എല്ലാ ഭാഗങ്ങളും കുട്ടികൾക്ക് റിവിഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അധ്യാപിക പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സ്കൂളിൽ പൂർത്തിയായ സാഹചര്യമാണെന്നാണ് അധ്യാപിക വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി കുട്ടികൾ നമുക്കറിയാം ഇവിടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവസാനവട്ട പരിശോധനകളൊക്കെ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ HM രേഖയുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാഡത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടതുണ്ട്.
മാഡം, ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചൊക്കെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലല്ലോ? ഇല്ല, കുട്ടികൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. കാരണം മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ അവർക്ക് പ്രത്യേകിച്ച് റിവിഷൻ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഈ പരീക്ഷയുടെ ഇടയ്ക്കുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട റിവിഷൻ ക്ലാസ്സുകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് പാഠപുസ്തകങ്ങളും സിലബസിലും ഒക്കെ മാറ്റം വന്നത് ചില തരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെച്ചു എന്നുള്ള ചില തെറ്റായ സന്ദേശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ പ്രചരിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഈ കുട്ടികളടക്കം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമാകുന്നതാണ്. കുട്ടികൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു, രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കും ആശങ്ക ഉണ്ടായിരുന്നു. അതായത് പുതിയ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡലിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും അതെല്ലാം മറികടക്കത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ടൈം എടുത്തുകൊണ്ട് തന്നെ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് തീർക്കാനും കഴിഞ്ഞു. റിവിഷനും അതിനനുസരിച്ച് നൽകിയിട്ടുണ്ട്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് URCയുടെയും നമുക്ക് SSKയുടെയും ഒക്കെ SCRTയുടെയും ഒക്കെ സഹായവും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കിട്ടിയിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. അതെല്ലാം വെച്ചുകൊണ്ട് റിവിഷൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആശങ്കപ്പെടേണ്ട ഒന്നും ഇല്ല എന്നാണ്, ഞങ്ങൾ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. കുട്ടികളും നല്ല ധൈര്യത്തിൽ തന്നെയാണ് പരീക്ഷയെ ഫേസ് ചെയ്യുന്നത്. എത്ര കുട്ടികളാണ് എക്സാം എഴുതുന്നത്? നമുക്ക് 360 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത്. തീർച്ചയായും അഡീഷണൽ HM അത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടികൾക്ക് അവസാന വട്ടത്തിലും ആത്മവിശ്വാസം പകരുകയാണ് HMന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ. 9 മണിയോടുകൂടി 9:15 കുട്ടികളെ പരീക്ഷാ ഹാളുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട് 9:45 വരെ. അതിനുശേഷം പരീക്ഷ 10 മണിയോടുകൂടി പരീക്ഷ നമുക്ക് ആരംഭിക്കാമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വായിച്ചു നോക്കുവാനുള്ള സമയം കൂടി നൽകുന്നുണ്ട്. 11:15 വരെയാണ് ഇന്ന് പരീക്ഷയുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറിയിലെ 1ാം വർഷ പരീക്ഷ ആരംഭിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ ഹാളിലേക്ക് പോകുവാനുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. ആദ്യ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. ഓക്കെ, സംസ്ഥാനത്ത് SSLC 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്നിപ്പോൾ തുടക്കമാകാൻ പോകുകയാണ്. SSLC പരീക്ഷ എഴുതുന്നത് ഏതാണ്ട് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ ആണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും വീണ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.